ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഈ സന്ധ്യാവേളയിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയതായ ഈ വലിയൊരു അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇന്ന് പൽക്കാലം കർത്താവ് നമ്മെ നടത്തി, നമ്മെ കരുതി, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നൽകുവാനിടയായി തീർന്നു. ഈ സന്ധ്യാവേളയിൽ നമ്മെ നടത്തിയതായ, നമ്മെ മാനിച്ചതായ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയവനായ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാനിടയായി തീരട്ടെ. വീണ്ടും നമുക്കൊരു 17 ദിവസം കൂടെ ലോക്ക്ഡൌൺ നീട്ടി തന്നിരിക്കുകയാണല്ലോ. അനവധി ബുദ്ധിമുട്ടുകളുണ്ട്. ജോലിക്ക് പോകാൻ കഴിയത്തില്ല, ആരാധിക്കുവാൻ കഴിയത്തില്ല, ആരാധനയ്ക്ക് പോകുവാനും കഴിയത്തില്ല. പക്ഷേ ഈ സമയം ദൈവത്തോട് അടുത്തു ചേരുവാൻ വേണ്ടി കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അധികമായ വചനങ്ങൾ വായിപ്പാനും ധ്യാനിപ്പാനും വ്യക്തിപരമായും കുടുംബപരമായും പ്രാർത്ഥിപ്പാനും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയങ്ങളെ വേണ്ടുവോളം പ്രയോജനമായി ചെലവ് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, ലോകരാജ്യങ്ങളോർത്ത് പ്രാർത്ഥിക്കുക, ഈ മഹാമാരിയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിപ്പാനോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ഓരോ ദിവസം ഇതിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ മരണഗാനം പാടി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഭവനത്തിലായിരിക്കുന്ന ദൈവജനം, ദൈവകുഞ്ഞുങ്ങൾ വേദപുസ്തകം എടുക്കുക. ഈ ഗാനം അറിയാമെങ്കിൽ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുക. നാം ശാരീരികമായി വിവിധ സ്ഥലങ്ങളിൽ ആയിരുന്നാലും ആത്മാവിൽ ഒന്നിപ്പാൻ, ആവിൽ ഒരുമപ്പെട്ട് ആത്മാവിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിട്ടുണ്ട്. ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. അതുകൊണ്ട് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് പാടി ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ഹല്ലേലൂയ.
അഭിഷേകം അന്ത്യകാലത്ത് സർവജടത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജടത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. Hallelujah, 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 hallelujah. നിരാത്രികാലം കർത്താവ് നമ്മെ അവന്റെ വലിയ അഭിഷേകത്തെ നിറയ്ക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മ ശക്തി നമ്മിൽ പകരപ്പെടുവാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതായ ഒരു മൂർച്ചയേറിയ ആയുധമായി കർത്താവ് നമ്മെ മാറ്റുവാൻ വേണ്ടി ആ അഭിഷേകത്തിന്റെ കരം അവയെ നമ്മെ തൊടുവാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. പ്രത്യാശയോടുകൂടെ ആമേൻ ഈ കാലഘട്ടങ്ങളിൽ ആമേൻ കർത്താവിനെ ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ ആമേൻ ഹല്ലേലൂയ കൊള്ളാവുന്ന പാത്രമായി മാറുവാൻ വേണ്ടി ദൈവത്താൽ ഹല്ലേലൂയ ഉപയോഗിക്കപ്പെടുന്ന ഒരുക്കമുള്ള പാത്രമായി മാറുവാൻ വേണ്ടി കർത്താവേ നിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദാഹത്തോടെ ദൈവം നമുക്ക് ആരാധിപ്പാൻ ഇടയാൻ തീരട്ടെ. ഹല്ലേലൂയ. ഓ Hallelujah, hallelujah, hallelujah. ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ നിന്റെ ഭവനങ്ങളിലെ ആമേൻ, നിന്റെ ജീവിതങ്ങളിലെ നിന്റെ പ്രാർത്ഥന മുറിയിലെ ആമേൻ, നിന്റെ ആലയങ്ങളിലെ ഹല്ലേലൂയ ആമേൻ കുഞ്ഞുങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. Hallelujah, oh hallelujah, hallelujah. എല്ലാവരും ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നിനക്ക് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് അന്യ ഭാഷയിൽ കർത്താവ് നമുക്ക് ആരാധിക്കേണ്ടേ. Oh, we worship you, Jesus. We worship you, Lord. Make aaradhane. Hallelujah, hallelujah, hallelujah. Jesus. சொந்தமென்று சொல்லிக்கொள்ள உம்மை விட யாரும் இல்லை. சொத்து என்று அள்ளிக்கொள்ள உம்மை விட ഏതുമില്ലേ. ഈ 38 ദിവസക്കാലം കർത്താവ് നമ്മെ നടത്തി. സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല. ഒരുപാട് സ്വന്തക്കാരും ബന്ധക്കാരും അടുത്തും അകലെ ഉള്ളപ്പോഴൊക്കെ പ്രത്യേകമായ ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ നിന്നെ ഒന്ന് സഹായിപ്പാനോ അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്തതിന് ചോദിപ്പാനോ ആരുമില്ല അല്ലേ? യേശു അവൻ നിനക്ക് എല്ലാമായി കൂടെ ഇരിക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. വലിയ വലിയ സാമ്പത്തിക ഉള്ളവരായ ധനവാന്മാർ ധനാട്യന്മാർ ലോകത്തിന് മുമ്പിൽ പേടിച്ച് വിരങ്ങളിച്ച് നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ നടത്തി നല്ല വഴികളെ ഓർത്ത് അല്പനേരം ദൈവം നമുക്ക് ആരാധിപ്പാൻ തീരട്ടെ. ഇന്നലെ പറഞ്ഞ വാഗ്ദത്തം അനുസരിച്ച് അമ്മ നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, നീ എന്റെ സ്വന്തമാകുന്നു. ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് കരമെടുത്ത് പാടി ആരാധിക്കാം. சொந்தமென்று சொல்லிக்கொள்ள உம்மை விட யாருமில்லை. சொத்து என்று அள்ளிக்கொள்ள உம்மை விட ஏதுமில்லை. இயேசுவே இயேசுவே
അവൻ സർവശക്തനാണ്. നിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ അവൻ മതിയായവനാണ്. അവൻ നമ്മുടെ അപ്പാ പിതാവാണ്. അതേപോലെ നമുക്ക് ആരാധിക്കാൻ ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവിനെ ആരാധിപ്പാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവ് ഈ ഫേസ്ബുക്ക് മുഖാന്തരം എന്നെ വീക്ഷിക്കുന്നതായ കാണുന്നതായ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. വേണ്ടത് പോലെ ദൈവത്തിന് വേണ്ടി സംസാരിപ്പാൻ അടിയനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ. യേശുവിന് വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ മാനിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി മനുഷ്യന്റെ ഹൃദയം എന്നതായ തലക്കെട്ടിൽ അനേക വിഷയങ്ങൾ പഠിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് വീണ്ടും മറ്റൊരു പുതിയ ചാപ്റ്ററിലേക്ക് പോകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇത് ആദ്യത്തെ ഒന്നാമത്തെ പഠനം. ഒരു മനുഷ്യന്റെ ജീവിതം ക്രിസ്തുവില്ലാതിരിക്കുമ്പോൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോൾ, അല്ലെ ഭാവിയാൻ ജീവിക്കുമ്പോൾ, അവന് ജീവിതത്തിലെ കാണപ്പെടുന്ന സകലവിധമായ പാപത്തിന്റെ അടയാളങ്ങളെ ഈ മൃഗത്തെ കൊണ്ട് ഉപമിച്ചിരിക്കുന്നതും അതിനെക്കുറിച്ച് പഠിപ്പാൻ ഇടയാക്കിയതും അവയെ നാം ഓർത്തു പോവുകയാണ്. ഇതാണ് ദൈവമില്ലാതെ ജീവിക്കുന്നതായ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമാകുന്നത്. എന്നാൽ ദൈവത്തെ സ്വീകരിപ്പാൻ ഒരുക്കമുള്ളതായ, സുവിശേഷത്തിന്റെ വചനത്തെ കേട്ട് അതിനെ അനുസരിച്ച് ഈ കർത്താവ് എനിക്ക് വേണം, ഈ യേശു രക്ഷിതാവായി എനിക്ക് വേണം, യേശു ക്രിസ്തു മുഖാന്തരം അവൻ നൽകപ്പെടുന്നതായ ആ സ്വർഗീയ ജീവിതം എനിക്ക് വേണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം അവൻ എങ്ങനെയായി തീരുമെന്നതിനെ കുറിച്ചുള്ളതായ മറ്റൊരു അനുഭവത്തെ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് അവൻ പഠിച്ചു കഴിഞ്ഞത് രക്ഷിക്കപ്പെടാത്തതായ, ലോകപരമായ സകലവിധമായ പാപങ്ങളിലും ലോകത്തിന്റെ സ്വകാര്യബോധികളിലും മുഴുകി ജീവിക്കുന്നതായ ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഇവിടെ വചനം ജീവിതത്തിന്റെ പുറത്ത്, പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ പുറത്ത്. എന്ന് വെച്ചാൽ പൂർണ്ണമായി അന്ധകാരത്തിൽ പിടിക്കപ്പെട്ട് പിശാചിന്റെ ആജ്ഞയ്ക്കനുസരിച്ച്, ഈ ലോക പ്രഭുക്കളുടെ ആജ്ഞയ്ക്കനുസരിച്ച് സകല ജഡമോഹങ്ങളെയും വികാരങ്ങളെയും ആർത്തിയോടെ ആമേഹല്ലേലൂയ ചെയ്തു പോകുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതമാണ് ആദ്യത്തെ ചാപ്റ്റർ. എന്നാൽ സുവിശേഷത്തെ കേൾക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തെ സ്വീകരിപ്പാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഇവിടെ മാറി മറുകയാണ്. നാം ഇവിടെ കാണുന്നതായ ഹല്ലേലൂയ രണ്ടാമത്തെ ചാപ്റ്റർ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുവാൻ ഒരുങ്ങുന്ന ഹൃദയത്തെ കാണിക്കുന്നു. ആദ്യത്തെ ചാപ്റ്ററിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നതായ എല്ലാ പാപങ്ങളും, പാപത്തിന്റെ മോഹങ്ങളും, എല്ലാവിധമായ അന്ധകാര പ്രവർത്തനങ്ങളും, എല്ലാവിധമായ ചതിയും വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പും കൊലയും കൊള്ളയും നടത്തുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതമായിരുന്നു ആദ്യത്തെ ചാപ്റ്റർ. എന്നാൽ അതേ വ്യക്തി ദൈവത്തിന്റെ സുവിശേഷത്തെ കേൾക്കുമ്പോൾ, പ്രസംഗത്തെ കേൾക്കുമ്പോൾ, വചനത്തെ കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കൺവെൻഷൻ മീറ്റിംഗ്സിന് പങ്കെടുക്കുകയും അവിടെ പറയപ്പെട്ടതായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ കേൾക്കുമ്പോൾ ആ വചനത്തിനെ ഏൽപ്പിച്ച് കൊടുക്കുകയും തന്നെ കർത്താവിന്റെ മഹിതരായി മാറ്റുവാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ആ സമയത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നതായ ഒരു വലിയ മാറ്റമാണ് നാം ഇവിടെ കാണുവാൻ ഇടയായി തീരുന്നത്. സ്തോത്രം. ഇവിടെ ഒന്ന് രണ്ട് പടങ്ങൾ പ്രിന്റ് ചെയ്യാൻ വിട്ടുപോയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. വളരെ സ്തോത്രമാലൂയ വളരെ വളരെ ജാഗ്രതയോടെ, വളരെ ഭയത്തോടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങളെ മാനിക്കട്ടെ. ഇവിടെ ഒന്ന് രണ്ട് പടങ്ങൾ പ്രിന്റ് ചെയ്യുവാൻ വിട്ടുപോയിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പടം ഇവിടെ ഇല്ല എങ്കിലും ഞാൻ അതിനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനേകർ ഈ ഇതിനെക്കുറിച്ച് ഒരു ലഘുലേഖ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അല്ലെ കേട്ടതായ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഒരു ദൈവത്തിന്റെ ദൂതൻ കയ്യിലുള്ള വാൾ ദൈവത്തിന്റെ വചനത്തിന്റെ അടയാളമാണ്. ഈ വശത്തെ ഒരു ദൈവത്തിൽ നിൽക്കുന്ന ഒരു പടം കാണുമായിരിക്കും. ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാണാനൊക്കെ. ഇവിടെ ഈ പടത്തിന്റെ വലത്തുവശത്ത് ഒരു ദൈവത്തിന്റെ ദൂതൻ ഓങ്ങിയ വാളുമായി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, അതിന്റെ ഇടത് കയ്യിൽ, ആ ദൂതന്റെ ഇടത് കയ്യിൽ ഒരു തലയൊട്ടി പിടിച്ചിരിക്കുന്ന അനുഭവത്തെ കാണുവാൻ സാധിക്കും. ഇത് ഞാൻ മാറ്റിവെക്കുകയാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ.
ദൈവത്തിന്റെ ദൂതന്റെ കയ്യിലുള്ള വാൾ ദൈവത്തിന്റെ വചനത്തിന്റെ അടയാളമാകുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാക്കുമ്പോൾ ഇങ്ങനെയാണ് അത് പറയുന്നത്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ വാൾ ദൈവത്തിന്റെ വചനത്തെ അടയാളപ്പെടുത്തി കാണിക്കുന്നു. നമുക്ക് പോരാട്ടമുണ്ടല്ലോ ഈ ലോകത്തിൽ. ഈ പോരാട്ടങ്ങളെ ജയിക്കണമെങ്കിൽ, ഈ പോരാട്ടങ്ങളെ നീ ജയിച്ച് ഒരു ജയാളിയായി മാറണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വചനം നിറഞ്ഞിരിക്കണം. യേശു ക്രിസ്തു തന്റെ വചനത്താൽ പിശാചിനെ ജയിപ്പാനിടയായി തീർന്നു. ഒരു ആത്മീക അനുഭവത്തിൽ ജീവിക്കുന്നതായ ഒരു ദൈവ പൈതലിന് ഏറ്റവും വേണ്ടപ്പെട്ടതായ അല്ലെ ആവശ്യകത ഏറിയതായ ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു വെപ്പൻ ഉണ്ടെങ്കിൽ, ഒരു ആയുധമുണ്ടെങ്കിൽ അത് ക്രിസ്തുവെന്ന യേശുവിന്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല. വചനം ആരുടെ ജീവിതത്തിൽ ഇരിക്കുന്നുവോ, വചനത്തെ ആർ ധ്യാനിക്കുന്നുവോ, വചനത്തെ ആർ അനുസരിക്കുന്നുവോ, വചനപ്രകാരം ആർ ജീവിക്കുവാൻ തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അവരുടെ ജീവിതത്തിലെ പിശാച് ഒരിക്കലും തൊടുകയില്ല, പാപം അവരെ തൊടുകയില്ല. യേശുക്രിസ്തു ഉപവാസത്തിന് ശേഷം ശോധനക്കാരൻ അല്ലെ പിശാച് അവരെ പരിശോധിപ്പാൻ വേണ്ടി കടന്നുപോയി. യേശു പറഞ്ഞു, എഴുതിയിരിക്കുന്നുവല്ലോ, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുവല്ലോ എന്ന് ഓരോ തവണയും പിശാചിനെ തന്റെ വചനത്താൽ, ന്യായപ്രമാണത്താൽ, ക്രിസ്തുവിന്റെ വചനത്താൽ, യഹോവയുടെ വചനത്താൽ ജയിപ്പാനിടയായി തീർന്നു. ഇന്ന് കാലം പരിശോധനകളും പാപത്തിന്റെ ശോധനകളും നിന്നെ തേടി വരുമ്പോൾ നീ ജയിക്കുവാനുള്ള ഏക മാർഗം വചനം നീ വായിച്ചിരിക്കണം, വചനത്തെ നീ നന്നായി അറിഞ്ഞിരിക്കണം. അപ്പം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടയാളമാകുന്നു. ആ വാള് വചനത്തിന്റെ അടയാളമാകുന്നു. ഇന്ന് പകൽക്കാലം വചനത്തെ വായിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? വചനത്തെ ശ്രദ്ധിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? സഭയിൽ ആരാധനയ്ക്ക് പോയാൽ അവിടെ പറയപ്പെടുന്ന വചനങ്ങളെ വളരെ ശാന്തതയോടുകൂടി ഇരുന്ന് ശ്രദ്ധിക്കുവാനുള്ളതായ ഒരു മനസ്സ് നിനക്കുണ്ടോ? അല്ലെങ്കിൽ എപ്പോൾ മെസ്സേജ് ഒന്ന് തീരും, എനിക്ക് വേഗം മാർക്കറ്റിലേക്ക് പോകണം, അല്ലെ ആ കല്യാണ വീട്ടിലേക്ക് പോകണം, അല്ലെ അവിടെ ഒരു വിശേഷമുണ്ട് അങ്ങോട്ട് പോകണം എന്നതായ ചിന്താഗതിയോടാണോ നീ ആലയത്തിലിരിക്കുന്നത്? ഇന്ന് പലരുടെയും ജീവിതത്തിൽ പരിശോധനകളുടെ മുമ്പിൽ വീണു പോകുവാനുള്ള കാരണം അവരുടെ ഉള്ളിൽ വചനമില്ല. ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയ ഒരു ആയുധമാണ് യേശു ക്രിസ്തുവിന്റെ വചനം. ഇന്ന് രാത്രി കാലം ആ വചനം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ലോകത്തിൽ ഏത് കോണിൽ പോയാലും, നീ എവിടെ പോയാലും അത് നിന്നെ വിടുവിക്കും. ഇത് പറയുമ്പോൾ ഒരു പഴയ സ്റ്റോറി എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരിക്കൽ ഭയങ്കരമായ യുദ്ധം നടക്കുന്നതായ യുദ്ധമുഖത്തിൽ, റഷ്യയ്ക്കും മറ്റൊരു ദേശത്ത് നടന്ന യുദ്ധത്തിൽ അനേക പടയാളികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ആ പടയിൽ യുദ്ധത്തിന് വേണ്ടി ജോലി ചെയ്തായ ഒരു പ്രത്യേകമായ ഒരു വ്യക്തി മാത്രം ഡെയിലി യുദ്ധത്തിന് പോകുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു, പോർമുഖത്ത് നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. ഭദ്രമായി ആരോഗ്യത്തോടെ അദ്ദേഹം മടങ്ങി വരുന്നു. അതിനെ അവിടെയുള്ളതായ ജനറൽ വളരെ വ്യക്തമായി നിരീക്ഷിപ്പനിടയായി തീർന്നു. ഒരിക്കൽ സംശയമെന്നായ ആ ജനറൽ ആ വീരനെ അടുത്തേക്ക് വിളിച്ചു.
നിന്നോടൊപ്പം യുദ്ധത്തിന് വരുന്നവരായ സഹപാഠികൾ, സഹപടന്മാർ അവിടെ ഇവിടെ വരച്ച് വീഴുമ്പോൾ, കൈയും കാലും ചിതറി ഒടിയുമ്പോൾ, അസ്ഥികൂടമെല്ലാം ചിതറുമ്പോൾ, നീ മാത്രം എങ്ങനെ ഒരു പോറിലും ഏൽക്കാതെ വളരെ ഭദ്രമായി വീണ്ടും ക്യാമ്പിലേക്ക് മടങ്ങി വരുന്നത് രഹസ്യം എന്നാണ് എന്ന് ചോദ്യപ്പെടയായി തീർന്നു. ആ ജനറലോട് ആ വീരൻ പറഞ്ഞു, ആ യുദ്ധത്തിലെ ആ വീരൻ പറഞ്ഞു, ആ പടവീരൻ പറഞ്ഞു, യോദ്ധാവ് പറഞ്ഞു, സാർ, നിങ്ങൾ എന്നെ ശിക്ഷിക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു രഹസ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് ഉറപ്പ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അതെന്ന് പറഞ്ഞു, ഒരു ശിക്ഷയും തരത്തില്ല, രഹസ്യം എന്നാണ് എന്ന് പറയുവാൻ തുടങ്ങി. പെട്ടെന്ന് ആ ജനലിന്റെ മുമ്പിൽ ആ പടയാളി തന്റെ ഹെൽമറ്റ്, തലയിൽ വെച്ച ഹെൽമറ്റ് ഒന്ന് ഊരിയെടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. അതെങ്ങ് പറഞ്ഞു, ഓരോ ദിവസവും യുദ്ധമുഖത്തിൽ പോകുമ്പോൾ എന്നെ രക്ഷിച്ചതും എന്നെ വിടിവിച്ചതും ഒരു പോറിൽ പോലും ഏൽക്കാതെ എന്നെ കൊണ്ടുവരുന്നതും അതിന്റെ രഹസ്യം ഈ വേദപുസ്തകമാണ്. ഞാൻ ഓരോ ദിവസവും യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഈ വചനത്തെ വായിക്കുകയും അതിനനുസരിക്കുകയും അതിനു വേണ്ടി ജീവിതം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഈ വേദപുസ്തകമാണ് എന്റെ തലയെയും എന്റെ ജീവനെയും രക്ഷിപ്പാനിടയായി തീർന്നത്. എന്റെ ഇടത്തും മരുത്തുമുള്ളതായ എന്റെ സഹപാഠികൾ ഹല്ലേലൂയ ശത്രു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഹല്ലേലൂയ വെടിക്കുണ്ടുകൾ ഏറ്റ് തലച്ചുതറി മറിക്കുമ്പോൾ ഹല്ലേലൂയ ശരീരം ചിഹ്നഭിന്നമായി ചിതറി മറിക്കുമ്പോൾ അവരുടെ മത്തിയിൽ എനിക്ക് ഒരുപോലും ഏൽപ്പിക്കാതെ എന്റെ ദൈവമാണ്, ഈ വചനമാണ് എന്നെ കാത്തുരക്ഷിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ ആ വാക്ക് കേട്ടതായ ആ സാക്ഷ്യം കേട്ടതായ ആ ജനറൽ കർത്താവിനെ സ്വന്തം ജീവൻ സ്വീകരിപ്പാനിടയായി തീർന്നെന്ന് ഒരു ദൈവദാസൻ പറയുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധികളിൽ കൂടി നീ കടന്നു പോയാലും നിന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ആയുധം വേദവചനമെന്നായ ക്രിസ്തുവിന്റെ വചനമെന്നായ ഈ വാളാണെന്ന്. എത്ര പേരുടെ ജീവിതത്തിൽ ഈ വാളുണ്ട്? ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ പരിരക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ അവനൊരുക്കമാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ വചനമുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ ദൈവദൂതന്റെ കയ്യിൽ വലത്തെ കയ്യിൽ വാളും അവന്റെ ഇടത് കയ്യിൽ ഒരു തലയോട്ടിയും ഉണ്ടായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കയാൽ എന്ന് വചനം പഠിപ്പിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ആമേൻ. തീയും ഗന്ധകവും എറിയുന്ന അഗ്നിക്കടലാണ് ഭാവിക്കും അവിശ്വാസിക്കുമുള്ള ഓഹരി. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തി, ഭാവിയായി ജീവിക്കുന്ന ഒരു വ്യക്തി, പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ മരണത്തിലേക്ക് തള്ളിവിടപ്പെടുമ്പോൾ അവന്റെ അവസാനം ബൈബിൾ പറയുന്നു, അവന്റെ ഓഹരി അഗ്നിയും തീയും ഗന്ധകവും എറിയുന്നായ അഗ്നിക്കടലാണ് അവന്റെ ഓഹരിയാകാൻ പോകുന്നത്. ഇവിടെ ദൈവദൂതൻ തന്റെ ഇടത് കൈയിൽ ഒരു തലയൊട്ടി പിടിച്ചിരിക്കുന്നതിന് ഞാൻ സൂചിപ്പിക്കാനിടയായി. നേരത്തെ ചെറിയ ഒരു ആ പേപ്പറിൽ ഞാൻ കാണിക്കാനിടയായി തീർന്നു. കാണുവാൻ കഴിഞ്ഞല്ലേ? ഇത് എല്ലാ മനുഷ്യരും ഒരു നാളിൽ മരിക്കണം എന്നതിനെ കാണിക്കുന്നു. നാം എല്ലാവർക്കും മരണമുണ്ട്. നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും, നീ ഏത് ബങ്കറിൽ ചെന്ന് പതുങ്ങിക്കിടന്നാലും ഒരിക്കൽ നീ മരിക്കും. നമ്മുടെ ജഡത്തെയും ജഡത്തിന്റെ മോഹങ്ങളെയും അനുഭവിപ്പാൻ വേണ്ടി നമ്മിൽ പലരും നമ്മുടെ ജഡത്തെ അല്ലെങ്കിൽ ശരീരത്തെ നാം അധികമായി സ്നേഹിക്കുകയും അതിനുവേണ്ടി ഏറ്റവും മേത്തരമായ വസ്ത്രങ്ങളെ കരുതുകയും നാം നമ്മുടെ ശരീരമായ നമ്മുടെ ജഡത്തെ പോഷിപ്പിക്കുകയും അതിനെ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ എല്ലാ വിചാരങ്ങളും ശ്രദ്ധയും നമ്മുടെ ശരീരത്തെ കേന്ദ്രീകരിച്ചാകുന്നു. അത്യാവശ്യം നീറ്റായി ഡ്രസ് ചെയ്ത് മനോഹരമായി പോകുന്നത് നല്ലതാണ്, അത് ഞാൻ എതിരല്ല. പക്ഷേ എക്സ്ട്രാ മോഡ് പിടിപ്പിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ ആകർഷിക്കണം, അല്ല മറ്റുള്ളവരുടെ ചിന്ത
ആ നോട്ടം എന്നിൽ പതിയണം. ആ ഒരു നിലയിൽ നമ്മെ അലങ്കാരം ചെയ്തുകൊണ്ട് വിലപിടിപ്പുള്ള വസ്ത്രം ഞാൻ പറഞ്ഞല്ലോ, നല്ല ആവശ്യത്തിനുള്ള വസ്ത്രം നമുക്ക് കൊടുക്കണം. വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് പോകണം. അതിനൊന്നും എതിരില്ല. പക്ഷേ ഓവറായി പോകുമ്പോൾ അത് നിന്റെ ജീവിതത്തെ കൺട്രോൾ തെറ്റിക്കുന്നു, വഴി തെറ്റിക്കുന്നു. നമ്മുടെ ശരീരത്തെക്കുറിച്ച് അധികമായി ഭാരപ്പെടുന്ന പലരുമുണ്ട്. അയ്യോ എൻ്റെ അഴക്, അയ്യോ ഞാനാണ് ബ്യൂട്ടി, എന്നെക്കാളും വെളുത്തവൾ ആരുമില്ല, എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവൾ ആരുമില്ല, എന്നെക്കാളും സൗന്ദര്യമുള്ളവൾ ആരുമില്ല, ഞാനാണ് ഈ ഹൈറേഞ്ചിലെ ക്വീൻ, ഈ നാട്ടിലെ റാണി ഞാനാണ് എന്നതായ ചിന്താഗതിയോട് നടക്കുമ്പോൾ, ശരീരത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, നിന്റെ ഉള്ളിലെ ഒരു ആത്മാവുണ്ട്. ദേഹി ആത്മാവ്. ദേഹത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായ ഒരു ജീവിതം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഡ്രസ് ചെയ്യണം, നന്നായിട്ട് അലങ്കരിക്കണം, ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം. എനിക്ക് അതിനൊക്കെ ഒരു എതിർപ്പുമില്ല. അത്യാവശ്യമൊക്കെ പോകണം, എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ഓവറായ കുളമാകും. നല്ലവണ്ണം അലങ്കരിച്ച് വളരെ ഓവറായി വെളിയിൽ വരുമ്പോൾ ഒന്ന് ഓർക്കണം, നാം കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ ദേഹിയെക്കാളും ആത്മാവിനെക്കാളും നമ്മുടെ ദേഹത്തിന് കൊടുക്കുന്നു. നിന്റെ ശരീരത്തെ നീ എത്ര അലങ്കരിച്ചാലും, നീ എത്ര വർണ്ണം പൂശിയാലും, നീ എത്ര പെയിന്റ് അടിച്ചാലും, നീ എത്ര കളർ അടിച്ചാലും, ഒന്ന് ഓർക്കണം, നാം എല്ലാവരും ഒരു നാൾ മരിക്കുകയും നമ്മുടെ ഈ ദേഹം അഴുകി പുഴുവരിപ്പാനും വേണ്ടി വെച്ചിരിക്കുന്നു. എത്ര പെയിന്റ് അടിച്ചാലും, എത്ര വെളുപ്പിച്ചതിനെ കറുപ്പിച്ചാലും, ഈ ശരീരത്തെ മാത്രം ശ്രദ്ധിച്ച് അതിനെ മാത്രം തീറ്റിപ്പോറ്റി, ചിലത് അങ്ങനെയാണ്, ഇതിനെ മാത്രം തീറ്റിപ്പോറ്റി ആത്മാവിനെ തീറ്റിക്കത്തില്ല, വചനം കേൾക്കത്തില്ല, ആത്മാവിന് വളരുകയില്ല, അഭിഷേകത്തിൽ വളരത്തില്ല, പള്ളിക്ക് വിളിച്ചാൽ വരത്തില്ല, ആരാധനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല. പക്ഷെ ഒരു സുഖക്കേട് വരുമ്പോ ഓരോ ആലയങ്ങളിൽ തപ്പി നടക്കും, ശുശ്രൂഷകന്മാരെ തപ്പി നടക്കും, ദൈവദാസന്മാരെ ഫോണിൽ കൂടെ വിളിക്കും. അത് അവസരത്തിൽ നീ അന്വേഷിക്കുന്ന ഒരു വിടുതലാണ്. അതല്ല, അതുവരെയും ഞാനും എൻ്റെ ശരീരവും, ഞാനും എൻ്റെ ബിസിനസ്സും, ഞാനും എൻ്റെ ജോലിയും, ഞാനും എൻ്റെ വീടും, ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ കുടുംബക്കാരും, ഞാനും എൻ്റെ മറ്റുള്ള ആഘോഷ പരിപാടികളും. പക്ഷെ ഒരു വീഴ്ച വരുമ്പോൾ പലരെയും നീ ബന്ധപ്പെടുന്നു പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ദൈവം കൃപയുള്ളവനാ, അവൻ നിന്നെ മനസ്സറിയും. ഒന്ന് ഓർക്കണം, നീ എത്ര തീറ്റിപ്പോറ്റിയാലും, ഈ ശരീരത്തെ എത്ര തീറ്റിപ്പോറ്റിയാലും, എങ്ങനെ നീ കെയർ ചെയ്തെടുത്താലും ഒരിക്കൽ നീ മരിക്കും. ആ സമയം ഈ മണ്ണായ ശരീരം അവൻ പുഴുവരിപ്പാൻ വേണ്ടി, പുഴുത്തിനുവാൻ വേണ്ടി പോകുകയാണ്. അതിനെ ഒരിക്കലും മറക്കുവാൻ പാടില്ല. എന്നാൽ നമ്മുടെ ദേഹവും ദേഹിയും എന്നാൽ നമ്മുടെ ദേഹിയും ആത്മാവും, നമ്മുടെ ദേഹിയും ആത്മാവും എന്നേക്കും ജീവിക്കുന്നതായും ദൈവത്തിന്റെ ന്യായവിധിക്കായി അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതുമാകുന്നു. ശരീരത്തിനു വേണ്ടി, ജഡത്തിനു വേണ്ടി ഇതിനെ മാത്രം സ്നേഹിക്കുന്നതായ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെയും സ്നേഹിക്കുവാൻ നീ മറക്കല്ലേ, വചനത്തെയും സ്നേഹിക്കുവാൻ നീ മറക്കല്ലേ, നിന്നെ സ്നേഹിച്ച യേശുവിനെ സ്നേഹിക്കാൻ മറക്കല്ലേ. നീ എത്ര തീറ്റിപ്പോറ്റിയാലും ഈ ദേഹം ഈ മണ്ണോട് കൊണ്ട് അവസാനിക്കും. പക്ഷേ ഒരിക്കലും അഴിയാത്തതും എന്നേക്കും ജീവിക്കുന്നതുമായ ഒരു ദേഹിയും ഒരു ആത്മാവും നിന്റെ അകത്തെ മനുഷ്യനിലുണ്ട്. അത് ഒരു നാൾ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കാൻ നിൽക്കേണ്ടതാകുന്നു. അന്ന് നീ പ്രവർത്തിച്ചത് നല്ലതായാലും തിന്മയായാലും അതിന് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ അവൻ ന്യായാസനം, തന്റെ ന്യായവിധിക്കായി സിംഹാസനം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. ഇവിടെ ഭാവിയായി ജീവിച്ചതായ ഒരു വ്യക്തി സുവിശേഷം കേൾക്കുകയും ദൈവസ്നേഹത്തിന് വേണ്ടി തന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് ഈ പടം കാണിക്കുന്നത്. പരിശുദ്ധ ആത്മാവ്
പാപമുള്ള അവന്റെ ഹൃദയത്തിൽ വെളിച്ചമായി പ്രകാശിക്കുന്നു. മനുഷ്യന്റെ ഹൃദയമായ ആലയത്തിൽ കാണപ്പെടുന്നതായ എല്ലാവിധമായ അന്ധകാരങ്ങളെ അകറ്റുവാൻ വേണ്ടി ദൈവത്തിന്റെ വെളിച്ചം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു അനുഭവത്തെയാണ് നാം ഇവിടെ കാണുവാൻ ഇടയാക്കുന്നത്. സത്യത്തിന്റെ ആത്മാവ്, വിടുതലിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവിന്റെ വെളിച്ചം ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വീശിയപ്പോൾ, സുവിശേഷത്തിന്റെ വെളിച്ചം, രക്ഷയുടെ വെളിച്ചം ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്ന് കടന്നു വന്നപ്പോൾ അതുവരെയും അവനെ ഭരിച്ചുകൊണ്ടതായ എല്ലാ അന്ധകാരത്തിന്റെ ഭാവ സ്വഭാവങ്ങൾ ഈ വെളിച്ചത്തെ കണ്ടു നിൽക്കുവാൻ കഴിയാതെ വണ്ണം, യേശുവിന്റെ സാന്നിധ്യത്തെ കണ്ടു നിൽക്കുവാൻ കഴിയാതെ വണ്ണം എല്ലാം പുറത്തോട്ട് ഓടുകയാണ്. ദൈവത്തിന്റെ രക്ഷയുടെ വെളിച്ചം മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അന്ധകാരത്തിന് ശക്തികൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയില്ല. ഈ മൃഗങ്ങൾ മുഖാന്തരമായി ഉപമിക്കപ്പെട്ടുള്ളതായ ഫലവിധമായ പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വെളിയിലേക്ക് പോയേ മതിയാവും. യേശുവിന്റെ വെളിച്ചം, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫലവിധമായ പാപത്തിന്റെ അടയാളമായി ഉപമിക്കപ്പെട്ടതായ മൃഗത്തിന്റെ അന്ധകാര പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ജീവിതം വിട്ട് മാറുന്ന ഒരു അനുഭവത്തെയാണ് ഈ രണ്ടാമത്തെ പടമായി ചാർട്ട് നമ്മെ കാണിക്കുന്നത്. ഇങ്ങനെ കേൾക്കുന്ന സഹോദര, സഹോദരി, ദൈവത്തിന്റെ രക്ഷയാകുന്ന വെളിച്ചം നിന്റെ ഹൃദയത്തിൽ പ്രവേശിപ്പാനും അന്ധകാര പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറുവാനും വേണ്ടി നീ ഇന്ന് യേശുവിനായി നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുമോ? എന്താണ് അന്ധകാര പ്രവർത്തനം? മദ്യപാനം, കഞ്ചാവ് വലിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഈടുപെടുന്നത്, പോകുന്നത്, ദുർനടപ്പ്, തട്ടിപ്പും വെട്ടിപ്പും, കൊലയും കൊള്ളയും, ഇതെല്ലാം വെളിച്ചത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയില്ല. മറഞ്ഞു നിന്ന്, ഇരുട്ടിൽ നിന്ന്, ലോഡ്ജിൽ മുറികളെടുത്ത്, ഭാര്യയ്ക്ക് അറിയാതെ ഭർത്താവിന് അറിയാതെ ഭാര്യ, ഇങ്ങനെ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ നടുവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ വക പാവങ്ങളൊക്കെ. ഈ അന്ധകാര ജീവിതത്തിലുണ്ടോ? വെട്ടിപ്പും തട്ടിപ്പും വഞ്ചനയും ചതിയുമായ അന്ധകാര പ്രവൃത്തികൾ. ആരും കാണാതെയാണ് വെട്ടിക്കുന്നത്, ആരും അറിയാതാണ് വഞ്ചിക്കുന്നത്, സ്ഥലത്തിന്റെ അതിര് മാന്തുന്നത്, ആരും അറിയാതെയാണ് അടുത്തവരെ വഞ്ചിക്കുന്നത്. ഇതെല്ലാം അന്ധകാര പ്രവർത്തനങ്ങൾ. ബൈബിളിന്റെ ഭാഷ്യം അങ്ങനെയാണ് പറയുന്നത്. അന്ധകാര പ്രവർത്തനങ്ങൾ. ഈ അന്ധകാര പ്രവർത്തനം മാറണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം എങ്ങനെ പറയുന്നു? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് യേശു പറഞ്ഞു. യേശു ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ, യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് യേശു പറയുന്നതായിരുന്നു. ഈ ജീവന്റെ വെളിച്ചമായ യേശു അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നതായ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് പ്രവേശിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. സഹോദര, നിന്റെ ഹൃദയം നീ തുറന്നു കൊടുക്കുമോ? നിന്റെ സ്വന്തമായ കഴിവുകൾ കൊണ്ടോ, നിന്റെ സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ടോ, മാനുഷികമായ പരിജ്ഞാനങ്ങൾ, ജ്ഞാനം കൊണ്ടോ അന്ധകാര ഇരുട്ടിനെ അകറ്റുവാൻ നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയുകയില്ല. നിന്റെ ഹൃദയത്തിലുള്ളതായ പാപത്തിന്റെ അന്ധകാര ഇരുൾ മാറണമെങ്കിൽ, ആ അന്ധകാര പ്രവർത്തനം മാറണമെങ്കിൽ ഏറ്റവും ലളിതമായ, വ്യക്തമായ, വേഗത ഏറിയ, ഏറ്റവും ഫലിതമായ ഏക വഴി രക്ഷയുടെ വെളിച്ചമായ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കുക. അതല്ലാതെ മറ്റൊരു വഴി ഈ ലോകത്തിൽ എവിടെയുമില്ല. പ്രവർത്തികളിലേക്ക് നീ പോയി കുതിർക്കമായ കാര്യങ്ങളിലേക്ക് നീ ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇന്നോളം സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? കാരണം നീ അന്ധകാരത്തിന് പിടിയിൽ അമർന്നിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ആകാശത്തിൽ കാണപ്പെടുന്ന ചെറിയ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒരു ചെറിയ അളവിൽ വെളിച്ചം പ്രകാശിക്കുവാൻ കഴിവുള്ളതാണ്. നാം എല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ പകലിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ മാത്രമല്ല, മേൽ പറഞ്ഞതായ നക്ഷത്രങ്ങളുടെയും
ചന്ദ്രന്റെയും വെളിച്ചം മറഞ്ഞു പോകുന്നു. അതിനാത്മീയ വശം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു നീതിൻ സൂര്യനാകുന്നു. അവനെ നീ സ്വീകരിച്ചാൽ നിന്റെ സകല അന്ധകാരങ്ങളെയും അവൻ മാറ്റും. നിന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയമായി മാറ്റുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ സന്തോഷത്തിന്റെ വെളിച്ചം, ഈ സ്നേഹത്തിന്റെ വെളിച്ചം നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ ഭവനത്തിലുണ്ടോ? ഒരിക്കൽ കൊറിയയിൽ കാണപ്പെടുന്നതായ, ദക്ഷിണ കൊറിയയിൽ കാണപ്പെടുന്നതായ പ്രശസ്തനായ ദൈവദാസൻ പാസ്റ്റർ പോൾ ഇംഗച്ചോ അവர்கள் ഒരു ഭവനത്തിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി കടന്നു പോകുവാനിടയായിത്തീർന്നു. ഒരു വീട്ടിൽ അദ്ദേഹത്തെ വിളിപ്പാൻ ഇടയായിത്തീർന്നു. ക്ഷണം സ്വീകരിച്ച അദ്ദേഹം അവിടെ കടന്നുപോയി. പ്രത്യേകമായൊരു മുറിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ദൈവദാസനെ, ആ കുടുംബത്തിലുള്ളതായ മാതാപിതാക്കൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾക്ക് ആ മുറിയിലേക്ക് വരുവാൻ താല്പര്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരുവാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണം. വിഷയം ചോദിച്ചു. ഏകദേശം 23 അല്ലെങ്കിൽ 24 വയസ്സ് പ്രായമുള്ളതായ ഒരു പെൺകുട്ടി, ബോധമില്ലാത്തവളായി, മെന്റലായി, താൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് പോലും അറിയാതെ ആ ഒരു മുറിയിൽ ചങ്ങലകൾ കൊണ്ട്, ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട് വർഷങ്ങളോളം അടയ്ക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലായിരുന്നു. ദേവദാസനോട് ചെന്നപ്പോൾ ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ തന്റെ മൂക്ക് പൊത്തുവാനിടയായി തീർന്നു. ഭയങ്കരമായ ഒരു തുർനാറ്റം, ഭയങ്കരമായ ഒരു മുഷിഞ്ഞ സ്മെല്ല് അദ്ദേഹത്തെ കൊണ്ട് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ആ മുറിക്കകത്ത് അത് എത്തി നോക്കിയപ്പോൾ വർഷങ്ങളോളം ആ പെൺകുട്ടി ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഒരു അന്ധകാരത്തിന് പിടിയിൽ അകപ്പെട്ടുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളും ചെയ്തികളും എന്തെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിവില്ലാതെ, വസ്ത്രമില്ലാത്തവളായി, നഗ്നതയായി, ആമേ തന്റെ വർഷങ്ങളോളം തന്റെ ആമേ എല്ലാവിധമായ 1 ബാത്റൂം 2 ബാത്റൂം എല്ലാം ആ മുറിയിൽ തന്നെ കഴിച്ച് അതെല്ലാം എടുത്ത് കയ്യിൽ ആമേ വാറിയെടുത്ത് തന്റെ ദേഹത്തൊക്കെ പുരട്ടിക്കൊണ്ട് തേച്ചുകൊണ്ട് അവിടെ അട്ടഹസിച്ച് ചിരിക്കുന്നതായ ഒരു അനുഭവത്തെയാണ് അദ്ദേഹം കാണുവാനിടയായി തീർന്നത്. അവസാനം അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. ഒരു രാത്രി പെൺകുട്ടി തന്റെ കോളേജിലെ സുഹൃത്തുക്കളോടൊപ്പം ഒരു നൈറ്റ് ക്ലബിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നെന്നും ആ പാർട്ടി കഴിഞ്ഞ് ഏകദേശം ഒരു 1-1:30 രാത്രി, അർദ്ധരാത്രി 1-1:30 വീട്ടിലേക്ക് മടങ്ങി വന്നു. അന്ന് മുതൽ ഇവളുടെ ജീവിതം തലകീഴായി മാറി. ഒരു അന്ധകാരം അവളെ പിടിപ്പുറടയായി തീർന്നു. പാസ്റ്റർ, ഇതുവരെയും ഞങ്ങൾ സന്തോഷത്തെ അനുഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ഏക മകളാണ് അവൾ. സാമ്പത്തികമേറെയുണ്ട്. അവൾക്കൊരു ഭാവജീവിതം കിട്ടുമോ? അവളെ കർത്താവ് വിടുവിക്കുമോ? എന്തെങ്കിലും ചെയ്യണമേ എന്ന് നിലവിളിപ്പുറടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് രാത്രികാലം ആ ദേവദാസൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പുണ്ടായി തീർന്നു. വർഷങ്ങളോളം അവളെ ബന്ധിച്ചു വെച്ചതായ ഹല്ലേലൂയ ആമേ വിഭചാരത്തിന്റെ ആത്മാവ്, തുറന്നടപ്പിന്റെ ആത്മാവ്, മദ്യപാനത്തിന്റെ ആത്മാവ്, ആമേ കഞ്ചാവിന്റെ ആത്മാവ്, മാത്രമല്ല ആമേ മരിക്കണമെന്നായ ഹല്ലേലൂയ ആ ചിന്തയുടെ ആത്മാവ് അവളെ ബന്ധിപ്പാനിടയായി തീർന്നു. ആ രാത്രിക്കാലം ദൈവദാസൻ മുഴങ്കാലം ഉടക്കിയപ്പോൾ ആമേ ഒറ്റ നിമിഷ നേരം കൊണ്ട് ആമേ അന്ധകാര ബന്ധങ്ങൾ അഴിഞ്ഞു മാറുന്നിടയായി തീർന്നു. ഏകദേശം 3-3.5 വർഷത്തോളം ഇരുട്ടുമുറിയിൽ ആരും കാണാതെ ലോകത്തിന് വെളിച്ചു പറയാതെ തനിച്ചാക്കപ്പെട്ടതായ ആ സഹോദരി ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണർവ് വരുവാനിടയായി തീർന്നു. അന്ന് പൽക്കാലം അവൾ തന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാനിടയായി തീർന്നു. വെളിച്ചം വന്നു. നഷ്ടപ്പെട്ട പോയ സന്തോഷം അവൾക്ക് മാത്രമല്ല ആ കുടുംബത്തിന് വന്നു. ഇന്നും അവർ കർത്താവിന് വേണ്ടി സാക്ഷ്യമായി ജീവിക്കുന്നു. യോഗനാന്റെ സുവിശേഷം 8-ാം അധ്യായം 36 വാക്യമാക്കുമ്പോൾ
പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യ സ്വതന്ത്രം. കുമാരൻ വിടുതലയാക്കിനാൽ നിങ്ങൾ മെയ്യാകവേ വിടുതലയാവീர்கள். യേശു നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അന്ധകാരങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭവനത്തിലെ ഒരു വെളിച്ചമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തീരുമാനിക്കേണ്ടത് നീയാണ്. നീ ഒന്ന് മനസ്സ് തുറക്കുമോ? നിന്റെ ഭവനം തുറക്കുമോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, പ്രത്യാശയില്ലാതെ ഭാര്യത്തോട് ജീവിച്ചതായ ആദ്യത്തെ ചാപ്റ്ററിലെ പണം പോലെയല്ല. നിനക്ക് ഒരു വെളിച്ചം വരും, പരിശുദ്ധാത്മ നിന്റെ ഉള്ളിൽ വരും, വചനം വരും, നിന്നെ അവൻ വിടുവിക്കും. ഇതുവരെയും ഞാൻ ഈ സത്യം അറിഞ്ഞിട്ടില്ല, ഇതുവരെയും ഈ വചനം കേട്ടിട്ടില്ല, എനിക്ക് യേശുവിനെ വേണമെന്ന് ആരെങ്കിലും അവൻ തീരുമാനമെടുത്താൽ ഇന്ന് രാത്രികാലം കർത്താവ് നിന്നെ രക്ഷിക്കും. എന്നെ കാണുന്നതായ ആമേ ദൈവപൈതലേ, നീ എവിടെയായിരുന്നാലും കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടുവിപ്പാൻ അവൻ ശക്തനത്രേ. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അനുഗ്രഹം നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതായ ആ സത്യവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാണ് കർത്താവ്. ഈ വചനം കേട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. വിടുതൽ ആവശ്യമുള്ളവർ ആമേ വിടുതൽ പ്രാപിക്കട്ടെ. രോഗത്തിന് വിടുതൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാ ട്യൂമർ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവിധമായ ക്യാൻസർ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അന്ധകാര ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. നീ വിടുവിക്കുന്നവനാണ്, നീ രക്ഷിതാവാണ്, നീ സൗഖ്യദായകനാണ് കർത്താവേ. ഞങ്ങളെ വിശ്വസിക്കുന്ന കർത്താവേ, വിടുവിച്ചാട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും നന്മയും ഉയർച്ചയും അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി സ്തോത്രം, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ആൾ. നാളെ പകൽക്കാലം 11 മണിക്ക് നമ്മുടെ ആരാധന ലൈവിൽ വരും. പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.